2024 മഹാരാഷ്ട്ര നിയമസഭാ തിരഞ്ഞെടുപ്പിൽ BJP ക്രമക്കേട് നടത്തിയെന്ന ആരോപണം ശക്തമാക്കുകയാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. ജനാധിപത്യത്തിൽ എങ്ങനെ കബളിപ്പിക്കാമെന്നതിന്റെ രൂപരേഖയാണ് മഹാരാഷ്ട്ര നിയമസഭാ തിരഞ്ഞെടുപ്പെന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ചു. 5ാം ഘട്ട പദ്ധതി ആവിഷ്കരിച്ചാണ് BJP കൃത്രിമത്വം നടത്തിയത്. ബീഹാറിലും ഇതേ തന്ത്രം പ്രയോഗിച്ചു എന്നും അങ്ങനെ പ്രയോഗിക്കാനാണ് BJP നീക്കമെന്നും രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടി. അതേസമയം രാഹുൽ ഗാന്ധിയുടെ ആരോപണം ശുദ്ധ അസംബന്ധമെന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രതികരണം. മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പിൽ BJP നടത്തിയ ക്രമക്കേടിന്റെ ചിത്രം വലുതാണെന്ന് വ്യക്തമാക്കിയാണ് രാഹുൽ ആരോപണം ശക്തമാക്കിയിരിക്കുന്നത്. 5 ഘട്ടങ്ങളായി BJP നടത്തിയ അട്ടിമറിയുടെയും ഒത്തുകളിയുടെയും വിശദാംശങ്ങൾ ഇന്ത്യൻ എക്സ്പ്രസിലെ ലേഖനത്തിലൂടെയും എക്സിലൂടെയും രാഹുൽ പങ്കുവച്ചു. പ്രതിപക്ഷ നേതാവ് സൂചിപ്പിക്കുന്ന ഘട്ടങ്ങൾ ഇങ്ങനെ: തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പാനലിനെ നിയമിക്കുന്നതിൽ അട്ടിമറി, വ്യാജ വോട്ടർമാരെ പട്ടികയിൽ ചേർക്കുക, വോട്ടർമാരുടെ എണ്ണം വർദ്ധിപ്പിക്കുക, BJPക്ക് വിജയിക്കേണ്ട ഇടങ്ങളിൽ വ്യാജ വോട്ടിംഗ് ലക്ഷ്യം വയ്ക്കുക, തെളിവുകൾ മറയ്ക്കുക. ഇത്രയും ഘട്ടങ്ങൾ നടപ്പാക്കിയാണ് BJPയുടെ മഹായുദ്ധ സഖ്യം 235 സീറ്റുകളോടെ നിർണായക വിജയം സ്വന്തമാക്കിയതെന്ന് രാഹുൽ ചൂണ്ടിക്കാട്ടുന്നു. ഒത്തുകളിക്ക് സമാനമായ തട്ടിപ്പിലൂടെ BJP വിജയിച്ചതിൽ അത്ഭുതമില്ല. എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനടക്കമുള്ള സ്ഥാപനങ്ങളുടെ വിശ്വാസ്യതയാണ് ഇല്ലാതാകുന്നതെന്നും രാഹുൽ ഓർമ്മിപ്പിച്ചു. എല്ലാ ഇന്ത്യക്കാരും ഈ തെളിവുകൾ സ്വയം വിലയിരുത്തണം. BJPയുടെ ഒത്തുകളി മഹാരാഷ്ട്രയിൽ ഒതുങ്ങില്ലെന്നും ഇനി നടപ്പാക്കാൻ പോകുന്നത് ബീഹാറിലാണെന്നും രാഹുൽ ആരോപിച്ചു. രാഹുലിന്റെ ആരോപണം തള്ളി BJP രംഗത്തെത്തി. തെരഞ്ഞെടുപ്പ് കൃത്രിമ ആരോപണം ഇലക്ഷൻ കമ്മീഷൻ തള്ളിയതാണെന്നും എന്നിട്ടും അവിശ്വാസം ആരോപിക്കുന്ന രാഹുലിന്റെ നടപടി രാഷ്ട്രീയ നീക്കമാണെന്നും BJP ആരോപിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.